എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മള് ട്രാവൽ ചെയ്യുന്നത് അങ്ങോട്ടാ മാറ്റി പിടിക്കും. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ട്രാവൽ ചെയ്യുന്നത് എങ്ങോട്ടാണ്? ഗുരുവായൂർ. ബൈ ബൈ. അപ്പോൾ പറഞ്ഞ പോലെ നമ്മൾ ഗുരുവായൂരിലേക്കാണ് കേട്ടോ ഒന്ന് പോകുന്നത്. അപ്പോൾ കുഞ്ഞേച്ചിക്ക് എന്താ പറയുക, അവളൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് അവൾക്ക് ബ്രൈഡിനെ ഒരുക്കാൻ വേണ്ടിയിട്ട് ഗുരുവായൂരിൽ വെച്ചിട്ട് വർക്ക് ഉണ്ട് എന്ന് പറഞ്ഞു കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് അവൾ ഗുരുവായൂർ വർക്ക് എടുക്കാറുണ്ട്. അപ്പോൾ എനിക്കൊന്നും പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇപ്രാവശ്യം ഞാനും ഉണ്ട് പറഞ്ഞിട്ട് ചാടി പുറപ്പെട്ടതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ട്രാവൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ ചില്ലുകൂട്ടിൽ ഇങ്ങനെ കുറേ പലഹാരങ്ങൾ കിടക്കുന്നുണ്ട് കേട്ടോ. അത് കണ്ടു കഴിഞ്ഞാൽ ഞങ്ങളെ കൺട്രോൾ പോകും കേട്ടോ. സത്യം പറഞ്ഞാൽ ഇത് കണ്ടാൽ എല്ലാവരും കൺട്രോളും പോകും. അത്രതരം പലഹാരങ്ങൾ അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചായയും അതൊക്കെ കുടിച്ചിട്ട് നമുക്ക് പോവാലോ, കുറച്ചുകൂടി ഇനി ട്രാവൽ ചെയ്യാണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ഓരോരുത്തർക്കും വേണ്ടാത്ത എന്താണോ അത് ചൂസ് ചെയ്ത് കഴിക്കട്ടെ. അത്രയേറെ എണ്ണക്കടികളുണ്ട് അവിടെ. പിന്നെ ചായ നല്ല നല്ല അടിപൊളി ചായയായിരുന്നു കേട്ടോ. പൊടിച്ചായ നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കടികളൊക്കെ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ എന്താ വെച്ചാൽ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനും അതുപോലെ റോട്ടിൽ നിന്ന് തന്നെ നോക്കിയാൽ കാണുന്നൊരു ഷോപ്പായിരുന്നു കേട്ടോ. എന്തായാലും നല്ല അടിപൊളി ചായയും കടികളൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ കുടിച്ച് ഞങ്ങൾ നേരെ ട്രാവൽ ചെയ്ത് പോന്നു. അങ്ങനെ ഗുരുവായൂർ എത്തി കേട്ടോ. നമ്മൾ ഗുരുവായൂർ എത്തി. ഗുരുവായൂർ കിഴക്കേനടയിലാണ് ഞങ്ങൾ റൂം എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാ പ്രാവശ്യവും വരുമ്പോഴും അവർ ഇവിടുത്തെ ഈ റൂമാണ് എടുക്കാറ് കേട്ടോ. ഇവിടെയുള്ള ഈ നന്ദിനി എന്ന് പറയുന്ന ഒരു ടൂറിസ്റ്റ് ഹോമാണ്. അപ്പോൾ ഇവിടെയാണ് അവരെപ്പോഴും റൂം എടുക്കാറുള്ളത്. അപ്പോൾ ഇവിടെ നിന്നാകുമ്പോൾ എളുപ്പമാണ്. ബ്രൈഡിനെ ഒരുക്കിയിട്ട് ഇവിടെ പോകാൻ വേണ്ടിയിട്ടും പിന്നെ തൊഴാനൊക്കെ വേണ്ടിയിട്ട് നല്ല എളുപ്പമാണെന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ. അങ്ങനെ എന്താ പറയുക, ഇന്നിപ്പോൾ എന്തായാലും തൊഴലില്ല. അപ്പം നാളെ രാവിലെ തന്നെ നമ്മൾ കുളിച്ചിട്ട് നാളെ ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ തൊഴാൻ പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇന്നിപ്പോൾ എന്തായാലും തൊഴാൻ പോകൽ നടക്കില്ല, കാരണം ക്യൂ ഒക്കെ കുറേ നിൽക്കേണ്ടി വരും. അങ്ങനെ നമ്മൾ മുകളിലേക്ക് കയറി വരണം കേട്ടോ. മുകളിലേക്ക് സ്റ്റെപ്പ് കയറി വരണം. ഇതാണ് റൂം, ഇതാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ റൂമൊക്കെ അത്യാവശ്യം നല്ല റൂമായിരുന്നു കേട്ടോ. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മളിവിടെ നിന്ന് ഫ്രഷ് ആയിട്ട് നേരെ കുറച്ച് നേരം അമ്പലത്തിൻ്റെ അതിൽ കൂടെ ചുറ്റിത്തിരിഞ്ഞ് നടക്കാമല്ലോ, എന്തെങ്കിലും വാങ്ങാനൊക്കെ ഉണ്ടെങ്കിൽ വാങ്ങാമല്ലോ എന്നും പറഞ്ഞിട്ട് ഞങ്ങളൊന്ന് ഫ്രഷ് ആയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഭയങ്കര തിരക്കാണ്. പിന്നെ ഏകദേശം ചെറുങ്ങനെ ഒരു മഴയൊക്കെ ഉണ്ടായിരുന്നു, ചെറിയ രീതിയിലൊരു മഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചോർന്നപ്പോൾ ഞങ്ങൾ മെല്ലെ വന്നു. കാരണം ഇത് കൂടെ നടന്നിട്ട് ആ കടയിൽ കൂടെയൊക്കെ ഓരോന്ന് നോക്കി നടക്കാനും അതുപോലെ എന്തെങ്കിലും വാങ്ങാനൊക്കെ ഉണ്ടെങ്കിൽ വാങ്ങാമല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നേ. കാരണം എന്താ പറയുക, ഇത് കൂടെ ഇങ്ങനെ നടക്കാൻ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനെ കടകളിൽ കയറി ഇറങ്ങി ഓരോ സാധനങ്ങളൊക്കെ നോക്കും. അപ്പം നമുക്ക് അതിൽ എന്തെങ്കിലും ഇഷ്ടപ്പെട്ടാൽ നമ്മളത് വാങ്ങും. അപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനെ ഈ അമ്പലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ നോക്കി നടക്കാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ ഒരു സാധനം അന്വേഷിച്ചാൽ നടന്നത്, അത് എവിടെയും കിട്ടിയിട്ടില്ല കേട്ടോ. അവിടെ ഒന്നും ഇല്ല എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ നമുക്കൊന്ന് അവിടം വരെ ചുറ്റി നടക്കാം, എല്ലാ കടയിലൊന്നും കയറാമല്ലോ എന്നും പറഞ്ഞിട്ട് ഞങ്ങളങ്ങനെ കയറി ഓരോ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കി. ഈ ഫോട്ടോസുകൾ നോക്കിയിട്ട് നടക്കാൻ വേണ്ടിയിട്ട് നല്ല രസമാണ് കേട്ടോ. പിന്നെ അവിടെയുള്ള കളിപ്പാട്ടങ്ങളൊക്കെ കണ്ടു നടക്കാനും നല്ല രസമാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് റൂമിൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ അവിടെ പുതിയൊരു ഷോപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഒന്ന് കയറി നോക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് വന്ന് നോക്കിയതാ കേട്ടോ. അപ്പോൾ കയറിയത് വെറുതെ ആയില്ല, എല്ലാം നല്ല അടിപൊളി കളക്ഷനുള്ള സാധനങ്ങളായിരുന്നു കേട്ടോ. വിഗ്രഹങ്ങളായിക്കോട്ടെ, കമ്മലുകളായിക്കോട്ടെ, വള, മാല, എല്ലാം നല്ല അടിപൊളി കളക്ഷനായിരുന്നു കേട്ടോ. അത് ഞാൻ കണ്ടപ്പോൾ എനിക്ക് വീഡിയോ പിടിക്കണം എന്ന് തോന്നിയിട്ടോ. അത് ഞാൻ മൊത്തത്തിൽ വീഡിയോ എടുത്തിട്ടുണ്ട്. കാരണം അത്രയും നല്ല അടിപൊളി കമ്മലായിക്കോട്ടെ എല്ലാത്തിനും നല്ല അടിപൊളി കളക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളത് വേണ്ട കമ്മലൊക്കെ ഓരോന്ന് എടുത്തു. കമ്മൽ നോക്കി നടക്കുമായിരുന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ എന്തായാലും ഇഷ്ടപ്പെട്ടു. അപ്പോൾ അത് ഞങ്ങൾ എടുത്തു കേട്ടോ. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ ചെറിയ ചെറിയ വിഗ്രഹങ്ങളും ഞങ്ങൾ ഉണ്ടായിരുന്നു. ഇതൊക്കെ തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഗണപതിൻ്റെ സരസ്വതീൻ്റെയാണ് അതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. അതൊക്കെ പിന്നെ നോക്കിയിട്ട് പിന്നെ ഞാൻ ഈ മുന്നിൽ വേറെ കളക്ഷൻ ഉണ്ടായിരുന്നു കുറേ കമ്മലിൻ്റെ, അത് നോക്കി. അപ്പോൾ അത് നല്ല കളക്ഷനായിരുന്നു കേട്ടോ. ആൻറ്റിക്കാണ് തോന്നുന്നുണ്ട്. നല്ല അടിപൊളി കളക്ഷനായിരുന്നു. അത് കഴിഞ്ഞ് ഈ കൃഷ്ണൻ്റെ വിഗ്രഹങ്ങൾ കുറേ ഉണ്ട് കേട്ടോ. അത് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു. അതിൽ ഞാൻ ആദ്യം കാണിച്ചെന്ന ആ റോസ് നിറത്തിലുള്ള കൃഷ്ണൻ്റെ വില 16,000 രൂപയാണെന്ന് പറഞ്ഞു. അവർ നല്ല മെറ്റൽ കൊണ്ട് പണിതതാണെന്ന് പറഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നു കേട്ടോ. ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നേരെ ഇവിടെ തന്നെയുള്ള ഒരു വെജിറ്റേറിയൻ ഹോട്ടലിലേക്കാണ് വന്നത്. ഇവിടെ കയറിയാൽ രാവിലെ ഇവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഫുഡായിരുന്നു കേട്ടോ ഇവിടുത്തെ. കാരണം അവിടെ പിന്നെ മീൽസൊന്നുമില്ല. അപ്പോൾ വെജിറ്റബിൾ ബിരിയാണി ഉണ്ട്, പിന്നെ അതുപോലെ മസാല ദോശ ഉണ്ട്, നൂഡിൽസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ മസാല ദോശ ഓർഡർ ചെയ്തു. ഒരാൾ വെജിറ്റബിൾ ബിരിയാണിയും പിന്നെ അല്ലൂട്ടി നൂഡിൽസും ആണ് കേട്ടോ ഓർഡർ ചെയ്തത്. അവൾക്ക് പിന്നെ ഈ മസാല ദോശ ഒന്നും ഇഷ്ടമല്ല, അപ്പോൾ നൂഡിൽസ് മതി എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഓർഡർ ചെയ്തു. മസാല ദോശയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഫുഡ് എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പിന്നെ ചൂടോടെ തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ അല്ലൂട്ടിൻ്റെ നൂഡിൽസാണ് കുറച്ച് വരാൻ വേണ്ടി വൈകിയത്. പിന്നെ അത് എന്താ പറയുക, ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ അതും നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞു. അല്ലൂട്ടിയെ കഴിച്ച് കഴിയാത്ത, അപ്പോൾ അവളെ വെയിറ്റ് ചെയ്തിരുന്നത്. അവൾ കഴിച്ച് സത്യം പറഞ്ഞാൽ അവൾക്ക് വേണ്ടാതായി.
പിന്നെ അവളോട് കഴിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ കഴിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് ഞങ്ങൾ നേരെ റൂമിൽ പോയി കിടന്നുറങ്ങി. അങ്ങനെ പിറ്റേ ദിവസം ഞങ്ങൾ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് തൊഴാൻ വേണ്ടിയിട്ട് പോവുകയാണ്. രാവിലെ പുലർച്ചെ 3:45 കേട്ടോ ടൈം. അപ്പം ഞങ്ങൾ തൊഴാൻ വേണ്ടിയിട്ട് ഞാനും എല്ലാം തങ്കുട്ടനെ പോകുന്നുള്ളൂ. ബ്രൈഡ് വന്നിട്ട് അവളെ ഒരുക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പം ഞങ്ങൾ പോവുകയാണ് കേട്ടോ തൊഴാൻ വേണ്ടിയിട്ട്. ഇപ്പം പോയി നിന്നാലാണ് ഒരു 10-11 മണിയാകുമ്പോഴേക്കും ഒഴിയുള്ളൂ. അങ്ങനെ പോയി തൊഴുത് വന്നു കേട്ടോ. ഇത് തൊഴുത് വന്നത് കൊണ്ടാണ് ചന്ദനക്കുറിയൊക്കെ കാണുന്നത് കേട്ടോ. കാരണം ഞങ്ങൾ രാവിലെ 4 മണിക്ക് പോയ ഞങ്ങൾ തിരിച്ച് വരുന്നത് 11 മണിക്കാണ്. അതുവരെ ക്യൂ ആയിരുന്നു കേട്ടോ. കുഞ്ഞീച്ചി അപ്പോൾ ബ്രൈഡിനെ മാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. രണ്ടാമത്തെ ഉടുക്കലുണ്ട്. അവരുടെ ഫസ്റ്റത്തെ ഇതൊക്കെ കഴിഞ്ഞ് രണ്ടാമത് വന്ന് അവർ ഡ്രസ്സ് മാറ്റിയപ്പോഴാണ് ഞങ്ങൾ എത്തുന്നത്. തൊഴുതിട്ട് അത്രയേറെ തിരക്കായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നേരെ പോവുകയാണ് വീട്ടിലേക്ക്. വേറെ എവിടേക്കോ പോകണം എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ചൂടുകൊണ്ട് എവിടെയും നിൽക്കാൻ പറ്റിയില്ല. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഞങ്ങളൊരു ഹോട്ടലിൽ കയറി ഫുഡൊക്കെ കഴിച്ച് നേരെ ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അയ്യോ ചൂടെടുത്തിട്ടൊന്ന് നിൽക്കാനൊന്നും വയ്യാത്ത അവസ്ഥ. അതിനെ വെള്ളത്തിന് ദാഹിച്ചിട്ട് അവിടെ നിർത്തിയൊരു വഴിയോരത്ത് നല്ല മോരും വെള്ളമൊക്കെ കിട്ടുന്ന ഒരു കടയൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് നല്ല മോരും വെള്ളവും അതുപോലെ തന്നെ പൈനാപ്പിളൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്ക് എല്ലാവർക്കും ബൈ.